നായിക്കൊക്കെ എന്ത് പിന്നെ വന്നിട്ട് അടുത്തത് മനുഷ്യർക്കൊപ്പോ നായിക്കൊപ്പോന്ന് തീരുമാനിച്ചാൽ മതി. നിങ്ങളെ സ്വന്തം പ്രവർത്തകര്, സംഘടനയുടെ ലീഡേഴ്സ് അവരൊക്കെ. ഹായ് ഫ്രണ്ട്സ്, അനസ് ബാബുരാണ് മദീനയിൽ നിന്ന്. ആദ്യത്തിന് ഉത്തരം പറയേണ്ടത് APക്കാരാണ്. നിങ്ങൾ എന്ത് സംഘടനയുടെ നേതൃത്വ സ്ഥാനമാണ് എന്നെ ഏൽപ്പിച്ചതെന്നുള്ളതിൻ്റെ മറുപടി നിങ്ങളാണ് പറയേണ്ടത്. പിന്നെ നൗഷാദിനോട് എനിക്ക് പറയാനുള്ളത്, നിന്നെ നായി എന്ന് വിളിച്ചത് നായകൾക്ക് വരെ അത് അപമാനമാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ നായകളൊക്കെ ചിലപ്പോൾ ഞാൻ ആ പേര് പറഞ്ഞ് എന്നെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം അതുപോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നീയൊക്കെ. പിന്നെ നീ എൻ്റെ ക്ലിപ്പുകൾ പല സ്ഥലത്തും ഇങ്ങനെ ഇട്ടുണ്ടല്ലോ അല്ലേ. അപ്പം ഞാൻ അല്ലെങ്കിൽ ഒന്നൊന്ന് ഫേമസ് ആവാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതാണല്ലോ ട്രെൻഡ്, ആളുകൾ ഫേമസ് ആവണല്ലോ. അപ്പം ക്ലിപ്പ് ഞാൻ ഇഷ്ടം പോലെ തരാം, ഇഷ്ടം പോലെ ഇതൊക്കെ നന്നായിട്ട് ഇടേണ്ടി കേട്ടോ ക്ലിപ്പ്. അപ്പം ആ ഒരു ദൗത്യം, എന്നെ ഫേമസ് ആക്കി തരുന്ന ദൗത്യം നീ ഏൽക്കണം. അപ്പം അത് പിന്നെ ഞാൻ നിന്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് നീ പോയിട്ട് ഇവിടെ കയറെടുത്ത് തൂങ്ങി ചാകരുത് കേട്ടോ. കാരണം അത് പിന്നെ അതിന് കേസിനും ജാമ്യത്തിനും പോകാൻ കഴിയൂലെന്ന് വിചാരിച്ചിട്ടാണ്. എടാ ചെങ്ങായി, ഇതൊന്ന് ആലോചിച്ചോ. ഒരു ചുമരിൻ്റെ അടുത്ത് ചാരി നിന്നിട്ട് ഇജെൻ്റെ വലുപ്പും നീളമൊക്കെ ഒന്ന് അളന്ന് നോക്കേണ്ടി. ഇനി അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട, എൻ്റെ ചുറ്റും ഇരിക്കണ കുറച്ച് ഹാമുക്കളുണ്ടല്ലോ, ഇവരോടൊന്ന് ചോദിച്ചു നോക്കണം, ഒന്ന് വിലയിരുത്തുക. എങ്ങനെ അറിയാം? അല്ല, നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ അത് ഈ പൊതുസമൂഹം എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് നോക്ക്, കേരള യാത്രക്ക് 1000 രൂപക്ക് ബംഗാളികളെ വെച്ചെന്ന് പറഞ്ഞ ഒരു മല ബാക്കി എന്നോട് പറയിപ്പിക്കണ്ട എന്നോട് കേട്ടോ. ഈ സമയത്ത് ആ കേരള യാത്ര നടന്ന സമയത്ത് എൻ്റെ ഓർമ്മ, ഞാൻ KSRTC ഡ്രൈവറാണ്. അന്ന് വൈകുന്നേരം ഞാൻ തിരുവനന്തപുരം എത്തിയ സമയത്ത് അന്ന് എൻ്റെ കണ്ടക്ടർ ആയിരുന്ന ആള് ഒരു കാന്തപുരം ആയിട്ട് ഭയങ്കര വിരോധമുള്ള ഒരാൾ തന്നെ. പക്ഷെ അയാൾ വരെ അന്ന് പറഞ്ഞെന്താ അറിയോ, സംഗതി എന്താണെങ്കിലും ഈ സംഘടനാ വൈഭവം, ആളുകളെ സംഘടിപ്പിക്കാൻ ഇത്രത്തോനെ ജനങ്ങളെ, അദ്ദേഹം ഞാനിത് കാണുകയാണ് ഞങ്ങൾ സർവീസിൽ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇത്രയും ജനങ്ങളെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് അയാൾക്ക് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും സമ്മതിച്ച. നീ പറയുന്ന ഈ വർത്താനം, നീ ഈ വേഷം കെട്ടിയിട്ട് സ്റ്റേജിൽ കയറി പറയുമ്പോൾ ഇത് കേൾക്കുന്നവരിൽ പല ആളുകളും ഇല്ലേ, ഇവർ മനസ്സിലാക്കൂല ഇവരെന്താണ് പഠിച്ചത്. അറ്റ്ലീസ്റ്റ് നിനക്കൊരു ബേസിക് ഇൽമുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറയരുത്, ഏഷണി പറയരുത്, കിബർ പറയരുത്. അപ്പൊ നീയൊക്കെ ഉണ്ടല്ലോ പേരോടിനെ പറ്റിയിട്ടൊക്കെ നീ ഇങ്ങനെ ഭയങ്കര ഇതാക്കിയിട്ട് ഷെയ്ത്താൻ എന്നൊക്കെ പറയണ്ടോ. എടാ ചെങ്ങായി, പേരോടൊക്കെ അയാളെ കുടുംബ സ്വത്ത് കൊണ്ടാണ് അയാൾ വളർന്നു വന്നത്. അറിയാം എനിക്ക് വിവരം. അയാളെ സ്വത്ത് എത്ര ഉണ്ട്, അയാൾ ആരാണെന്ന് നീ ആദ്യം കുറ്റിയാടി പോയി അന്വേഷിക്കുക. എൻ്റെ മാതിരി അന്യന്റെ തീട്ടം നക്കിയിട്ട് വളർന്നവനല്ല പേരോട്, അത് ആദ്യം മനസ്സിലാക്ക്. പിന്നെ നീ ഒരു കാര്യം, നിങ്ങളെ കുറച്ച് മശായിഖന്മാർ അല്ല, നീ ഈ വേഷം കെട്ടിയിട്ട് ഈ പബ്ലിക് സ്റ്റേജിൽ കയറിയിട്ട് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നില്ലേ? ഇത് പച്ച നോണ ഒന്ന്. പിന്നെ നിങ്ങളെ കുറച്ച് ഒരു ഷെയ്ക്ക് ഉണ്ടേനി, ഈ ഷെയ്ക്ക് എന്തിനാ? ഒന്നെങ്കിലും ഇവിടെ നിങ്ങൾ എന്തിനാ ഈ കപടത കാണിക്കുന്നത്? ഇവിടെ നിങ്ങൾ ഷെയ്ക്ക് പിന്നെ വെള്ള കുപ്പായും ഒല്ലും നീള തലേക്കെട്ടും കെട്ടിയിട്ട് പിന്നെ ജനങ്ങളെ കബളിപ്പിച്ച് പൈസ ഉണ്ടാക്കി നോണ പറഞ്ഞു. എന്നിട്ട് ഇവര് പിന്നെ ദുബായിലും ഇവിടെ ചെന്നിട്ട് റിസോർട്ടും ഇതൊക്കെ എടുത്തിട്ട് ആഡംബര ജീവിതം നയിക്കുക. അതല്ലേ ഇത് അജ്മീറിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഒരു ബ്ലോഗർ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അന്നപ്പോണത്തെ ആൾക്കാർ. ഇവരെ പരിപാടി എന്താ? ഇവര് ദ്വാരനാലേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ, നമ്മളൊന്നും ദ്വാരനാല് ഒന്നും സ്വീകരിക്കൂല. ഈ നിൽക്കണ ഇവർക്ക് ദ്വാരക്കും. എന്നാലോ ഇവർക്ക് ദ്വാരക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 500, അതിന്റെ മേലൊക്കെ 1000, 2000, 5000 വരെ. എന്നിട്ടോ ഇവരെ മക്കളൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പഠിക്കുന്നത്. ഇവർക്ക് വെക്കേഷന് പോകാൻ യൂറോപ്പിൽ സ്വന്തമായിട്ട് റിസോർട്ടുള്ള ആളുകളാണ് ഈ ചെയ്യുന്നത്. അവരെ ബിസിനസ് വളർത്തിയത്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ജീൻസും ഷൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ഹൈ ടിപ്പ് ടോപ്പിലാണ് ഇവരൊക്കെ നടത്തും. ഈ സെയിം ഒരു പതിപ്പന്നല്ല ചെങ്ങായി എൻ്റെ ഔലിയ എന്ന് പറഞ്ഞ ആൾ ചെയ്ത്. അയാൾ ഇവിടുന്ന് ഈ വേഷം കെട്ടി നടന്നിട്ട് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിങ്ങളെന്തോ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പോയില്ലോ. അസംസ്കൃത വസ്തുക്കൾ എന്താ? ആ സാധാരണ ഇട്ടുന്ന ഡ്രസ്സ് ഇട്ടുപോയാൽ കിട്ടൂലേ? എന്നിട്ട് വേറൊരു പിന്നെ കളർ ഡ്രസ്സും ഒരു ക്യാപ്പും, ഇതുപോലത്തെ ഒരു ക്യാപ്പും വെച്ചിട്ടല്ലേ പെണ്ണുങ്ങളെയും കൊണ്ട് നടന്നേനോ. ഇനി ഓന്ത് ഇടാതെ നടന്നാലോ, മൂപ്പര് ഇടാതെ നടന്നാലോ, അല്ലെങ്കിൽ എങ്ങനെ നടന്നാലോ അതിനൊന്നും നമുക്ക് വിരോധമല്ല. പക്ഷെ വിരോധം എവിടെ വരുന്നതെന്ന് വെച്ചാൽ തിരിച്ച് ഇവിടെ വിമാനം കയറി കോഴിക്കോട് ഇറങ്ങുമ്പോൾ ഔലിയാകാണ്. അതാണ് വിഷയം. ഇത് ഔലിയ എന്ന് പറഞ്ഞ ഒരു സംഭവം. നിങ്ങൾ നിരീശ്വരവാദികൾക്ക് പിന്നെ പണി ഉണ്ടാക്കി കൊടുക്കാണ്. നിങ്ങൾക്ക് എന്ത് നിനക്കൊക്കെ ഇസ്ലാമിൽ വല്ല വിശ്വാസമുണ്ടോ? നീയൊക്കെ ഈ ഇസ്ലാമിലേക്ക് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയ ആളാണ് നീയൊക്കെ. അത് ആദ്യം നീ മനസ്സിലാക്ക്. അതാണ് ഇവിടെ വിഷയം. അതായത് നിങ്ങൾ എന്ത് കെട്ടി പെണ്ണുങ്ങളെ കൊണ്ടൊഞ്ഞ് സ്വന്തം പെണ്ണ് മുമ്പ് എൻ്റെ ഔലിയൻ്റെ ഇതൊക്കെ കേട്ടിരുന്നു. മുമ്പ് കാലത്ത് മൂപ്പര് കല്യാണമൊന്നും കഴിക്കൂല, മൂപ്പർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. മൂപ്പര് ലൗകിക എന്തോ ഒരു രീതിയിൽ മുഴുകിയിട്ട് ആ രീതിയിൽ ജീവിക്കാണ്. മൂപ്പരെന്തോ ഒരു കുതിര ഉണ്ടേനി, മൂപ്പര് അവിടെ കഞ്ചാവ് വലിച്ച് കാട്ട് കുത്തുന്ന സമയത്ത് ഒരു കുതിര ഉണ്ടേനി. അപ്പൊ ആ കുതിര മൂപ്പരും കേട്ട് കേരളത്തിൽ പോകുന്നാരെ കുതിര തിന്ന്
ഒന്നുമില്ല. എന്നിട്ട് ആ കുതിരനെ കൊണ്ടുവരാൻ കുറെ കുതിരകൾ ഇവിടുന്ന് പോയിന്. അത് വേറെ വിഷയം. ഞാൻ അന്നേ ഇതിനെ എതിർത്തിന്. അന്നേ എനിക്കറിയാം അത് കള്ളന്മാരാണ്, പാച്ച കള്ളന്മാരാണെന്നുള്ളത്. എന്നിട്ട് ആ കുതിരനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ കുതിരനെ തൊട്ട് വന്ദിക്കലും കുറെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടേന്. ഇതിനൊക്കെ കുറെ പിന്നെ എ പിക്കാർ പറയണം. ആവശ്യമില്ലാത്ത അംഗീകാരവും ആവശ്യമില്ലാത്ത ബഹുമാനം ഇതുപോലത്തെ കള്ളന്മാർക്ക് കൊടുത്തത് എ പിക്കാരാണ്. അത് എ പിക്കാർ തന്നെയാണ് ആദ്യം പറയേണ്ടത്. എന്നിട്ട് ഒരു വയോധികനായ ഒരു മനുഷ്യനൊക്കെ കൊയഞ്ഞ ബാപ്പ പേരോടെന്ന ഷെയ്ത്താന് ആറ്റ്ലീസ്റ്റ് ചെങ്ങയെ ഈ പ്രായത്തിനെ മാനിച്ചിട്ടുള്ള ഒരു ബഹുമാനെങ്കിലും കൊടുത്തിട്ട് അങ്ങനെങ്കിലും സംസാരിക്കാനുള്ള ഒരു സംസ്കാരമെങ്കിലും കാണിക്കണോ? ഇത്ര വലിപ്പല്ലേ, നിങ്ങളൊക്കെ കുറെ അന്യന്റെ നക്കി ഉണ്ടായതല്ലേ. അപ്പൊ ആ ഒരു മര്യാദെങ്കിലും കാണിക്കും. ഇത് പബ്ലിക് കാണുന്നുണ്ട്, ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട്. അത് മനസ്സിലാക്കി. ഇത് ഞാൻ പറയണല്ല, എന്നെ അറിയണേ. ഇവിടെ പല ആളുകളും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് നിങ്ങളെ പോക്ക്, എവിടേക്കാണ് നിങ്ങൾ എ പിക്കാരും ഈക്കക്കാരും ഇതൊന്നും നന്നാക്കാൻ നോക്കട്ടെ. ഇജ്ജ് അനക്ക് എന്തെങ്കിലും ഇജ്ജി സ്വരീക്കത്താണോ ഇജ്ജി ഇതാണെങ്കിൽ എന്റെ കാര്യമായിട്ട് നടക്കുക, അല്ലാതെ മറ്റുള്ളവന്റെ ഇറച്ചി തിന്നലല്ല. അതല്ല ഷെയ്ഖുമാരെ പണി, അതല്ല ഔലിയാക്കന്മാരെ പണി. അത് ആദ്യം നീ മനസ്സിലാക്ക്. എന്നിട്ട് നീ ക്ലിപ്പ് ഉണ്ടാകും ഇട്ട് കൊടുക്കേണ്ടിട്ടോ. ക്ലിപ്പ് ഇതൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയത് എനിക്ക് ക്ലിപ്പ് ആണെങ്കിൽ. ആ ക്ലിപ്പിൽ ഞാൻ വേറെയും കുറെ കാര്യങ്ങളൊന്നും പറയാം. എന്താ എനിക്കവിടെ പൊന്താത്ത ഇടിജി ക്ലിപ്പല്ലോ. ഉളുപ്പ് എന്ന് പറഞ്ഞ കുറച്ച് ആ ഒരു സാധനം തരോ, അത് ഊരിലും പുതിലും ഉണ്ടായില്ല. എന്നാല് ഉളുപ്പ് ഇങ്ങനെ തെളിക്കുമ്പോ അതിന്റെ ഒരു അംശം മേത്തേക്ക് തെറിച്ചിട്ടുള്ള ആ ഒരു ഇതുപോലെങ്കിലും അറ്റ്ലീസ്റ്റ് നീ കാണിക്കണം. ഓക്കെ, ബൈ. ഈ ക്ലിപ്പ് ഇട്, ബാക്കി ഞാൻ